ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. നമ്മളിത് അതിനായി ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 4 ഓടാണ്. വലിയ പൊട്ടലൊന്നും ഇല്ലാത്ത 4 ഓട്, പഴയ ഓടായിരുന്നു. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്, നല്ല പൊടിയായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല കഴുകി അത് സമചതുരത്തിൽ എടുത്ത് വെച്ചതിന് ശേഷം ചുറ്റും നമ്മളൊരു കയറിട്ടത് നിൽക്കാൻ വേണ്ടി കെട്ടും. ശേഷം ഇതിൻ്റെ 4 മൂലയിൽ നമ്മൾ സിമൻറ്റ് തേച്ച് കൊടുക്കാനാണ് പോകുന്നത്. സിമൻറ്റ് ഗ്രൗട്ടായിട്ടാണ് നമ്മൾ തേക്കുന്നത്. അപ്പം അതനുസരിച്ചുള്ള മിക്സിങ് ശേഷം ഇതിൻ്റെ 4 മൂലയിലേക്ക് നമ്മൾ തേക്കും. ഇതേപോലെ ഇതിൻ്റെ 4 മൂലയും അകത്തും പുറത്തും നമ്മൾ ഗ്രൗട്ട് തേച്ച് കൊടുക്കാം. ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ പഴയ ഓടുണ്ടല്ലോ, പൊട്ടിയ ഓടോ അതെല്ലാം ചെറുതായിട്ടൊന്ന് ഈ കാണുന്ന പോലെ ചെറിയ ചെറിയ പീസായി പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അകത്തിട്ട് കൊടുക്കുക. അകത്തിട്ട് ഏകദേശം ചെറുതായിട്ട് ഫുള്ള് ഫില്ല് ചെയ്യേണ്ട, ഏകദേശം കുറച്ച് ഇട്ടതിന് ശേഷം അതിൻ്റെ മണ്ടയിൽ നമ്മൾ സിമൻറ്റും മണലും മിക്സ് ചെയ്ത് അത് വെള്ളമൊക്കെ ചേർത്ത് കറക്റ്റ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. സിമൻറ്റ് നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്നത് നമ്മൾ ഓടിൻ്റെ 4 സൈഡും, അതായത് ഓട് നമ്മൾ തറയിൽ വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് 4 സൈഡും ഇട്ട് ഇതേപോലെ ഈ വീഡിയോ കാണുന്ന പോലെ ഇതേപോലെ ചെയ്യുക. 4 സൈഡ് മൊത്തം ഇട്ട് ഒന്ന് ഓട് ഇച്ചിരി സ്ട്രോങ് ആക്കാൻ വേണ്ടി, അതായത് വെള്ളം ഒഴിക്കുമ്പോൾ ലീക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻ്റ് അടിക്കാം, ഇല്ലെങ്കിൽ വേണ്ട അല്ലാതെ ഇരിക്കുന്ന പോകാവുന്നതാണ്. കുറച്ചുകൂടെ ചിലവ് എന്താണെന്നാലും കുറയും.
അതിന് ശേഷമുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പ്. അതിന് ശേഷമുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നിർത്തിയതിന് ശേഷം നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടി അടിയിൽ കുറച്ച് മണലിട്ടിട്ടുണ്ട്. മണലിട്ട് അതൊന്ന് കലങ്കാരിക്ക് ഇല വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ 2 ദിവസത്തേക്ക് പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം അത് വെള്ളം ഒഴിച്ചിട്ടായിരിക്കുക പെയിൻറ്റിൻ്റെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഫില്ല് ചെയ്ത് നമ്മൾ മീനിടുന്ന ചടങ്ങാണ്. നമ്മളിപ്പോൾ എപ്പിയൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മുടെ അക്വേറിയം ഫിഷാണ് ഇതിൻ്റെ അകത്ത് ഇടുന്നത്. കണ്ടില്ലേ, നമുക്കിത് വലിയ ചിലവൊന്നും വന്നിട്ടില്ല. നമുക്കൊന്ന് ചിലവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 കിലോ സിമെൻറ്റ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. ബാക്കി പെയിൻറ്റൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പഴയ പെയിൻറ്റാണ് എടുത്തത്. നിങ്ങൾക്ക് നീല തന്നെ അടിക്കണമെന്നില്ല. നമുക്ക് പുറത്തും അകത്തും നിങ്ങളുടെ വീട്ടിലെ പഴയ പെയിൻ്റ് ഉണ്ടെങ്കിൽ അത് ഏത് കളറോ ആയിക്കോട്ടെ അടിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.